ഇപിയുടെ ആത്മകഥാ വിവാദത്തിൽ പുതിയ പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന് പോലീസ്. DC ബുക്സിൽ ആത്മകഥ എഴുതിയത് എങ്ങനെയെന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. അതേസമയം ഗൗരവതരമായ അന്വേഷണത്തിന് കൂടുതൽ വ്യക്തതയുള്ള പരാതി വേണമെന്നും പോലീസ് അറിയിച്ചു. മുൻ LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കോട്ടയം SP സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പുതിയ പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന പരാമർശമുള്ളത്. DC ബുക്സിന്റെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി ആത്മകഥാ ഭാഗങ്ങൾ ചോർത്തിയെന്നതാണ് കേസെടുക്കാതെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ ആത്മകഥ DC ബുക്കിൽ എത്തിയത് എങ്ങനെയെന്നതിൽ അവ്യക്തതയുണ്ട്. പുറത്തു വന്ന ഭാഗങ്ങളിലെ എല്ലാ പരാമർശങ്ങളും തന്റേതല്ലെന്നും ഈ രൂപത്തിൽ ആത്മകഥ DCക്ക് നൽകിയിട്ടില്ലെന്നുമാണ് EP-യുടെ മൊഴി. എന്നാൽ ആത്മകഥ കിട്ടിയെന്നും പ്രസിദ്ധീകരണത്തിന് കരാറുണ്ടായിരുന്നില്ലെന്നും DC പറയുന്നു. കൊടുക്കാത്ത ആത്മകഥ എങ്ങനെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയുടെ കൈവശം എത്തിയതെന്നതാണ് പ്രധാന ചോദ്യം. ഒപ്പം ഇദ്ദേഹം പുസ്തകം ചോർത്തിയ വഴി, കാരണം എന്നിവയെല്ലാം കണ്ടെത്തണം. ഇതിന് മൊബൈൽ ഫോൺ പരിശോധനയും ചോദ്യം ചെയ്യലുമെല്ലാം ഉൾപ്പെടുന്ന ഗൗരവകരമായ അന്വേഷണം വേണം. നിലവിലത്തെ പരാതിയിൽ ഇതിന് സാധിക്കില്ല. റിപ്പോർട്ട് DGP അംഗീകരിച്ചാൽ EP ജയരാജനോ DC ബുക്സോ വിഷയത്തിൽ പരാതി നൽകണം. അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചും അന്വേഷണ ഉത്തരവ് വാങ്ങാമെന്നും പോലീസ് നിലപാട് സ്വീകരിക്കുന്നു. തുടർ പരാതികളില്ലെങ്കിൽ ആത്മകഥാ വിവാദത്തിൽ തുടരന്വേഷണവും ഉണ്ടാകില്ലെന്ന് സാരം. ജനം, തിരുവനന്തപുരം.